മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകില്ല. തുടർച്ചയായ 5-ാം തവണയാണ് കെജ്രിവാളിന് ഇഡി നോട്ടീസ് അയക്കുന്നത്. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ വീണ്ടും ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. ഈ മദ്യനയ അഴിമതി കേസുമായി ബന്ധപ്പെട്ട് അരവിന്ദ് കെജ്രിവാളിന് നൽകിയിരിക്കുന്ന സമൻസ് അത് പ്രകാരം ഇന്നാണ് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകേണ്ടിയിരുന്നത്. ഒരു മൂന്നാമത്തെ സമൻസ് നൽകിയപ്പോൾ വിവാസന ധ്യാനത്തിന് ആയിരുന്നു താൻ, അതുകൊണ്ട് തനിക്ക് ഹാജരാകാൻ പറ്റില്ലെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. 4-ാമത്തെ സമൻസിൽ അദ്ദേഹം ഹാജരായിരുന്നില്ല. അതിനുശേഷമാണ് മറ്റ് നടപടികളിലേക്ക് ഇഡി കടന്നത്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ സമൻസ് നൽകിയിരിക്കുന്നത്. ഈ മദ്യനയ അഴിമതി കേസിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ബന്ധം ഇതുവരെ കെജ്രിവാളിന് ഇല്ല എന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്തു നിന്നുള്ള വിശദീകരണം. രാഷ്ട്രീയമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ അപകീർത്തിപ്പെടുത്താനായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമാണ് കേന്ദ്ര ഏജൻസികൾ ഈ വിധത്തിൽ സമൻസ് നൽകി ബുദ്ധിമുട്ടിക്കുന്നത് എന്നതാണ് ആം ആദ്മി പാർട്ടി പറയുന്നത്. അതുകൊണ്ട് അരവിന്ദ് കെജ്രിവാൾ ഹാജരാകില്ല എന്ന നിലപാട് അവർ സ്വീകരിച്ചിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ നിലപാടാണ്. അത് വിശദീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് BJPയുടെ ദേശീയ ആസ്ഥാനത്തേക്ക് നടക്കുന്ന മാർച്ചിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കും. എന്നാൽ മാർച്ചിൻ്റെ വിഷയം ഇതല്ല, അത് ചണ്ഡീഗഡ് മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ്. അത് ഉയർത്തിയിട്ടാണ് ഈ മാർച്ച് BJP ദേശീയ ആസ്ഥാനത്തേക്ക് നടത്തുന്നത്. താൻ എവിടെയും ഒളിവിലല്ല എന്നും കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ നിയമപരമല്ല, ഭരണഘടനാ വിരുദ്ധമാണ് എന്നും ഇതുവഴി സ്ഥാപിക്കുക എന്നതാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ലക്ഷ്യം. അതേസമയം മറുവശത്ത് ED അധികൃതർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ എന്നത് വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. ഇന്നത്തെ സമൻസിന് കൂടി അദ്ദേഹം ഹാജരായില്ലെങ്കിൽ കോടതിയെ ഇക്കാര്യം അറിയിക്കാനായിട്ടുള്ള നടപടികളിലേക്കായിരിക്കും ഒരുപക്ഷെ ED കടക്കുക. അന്വേഷണത്തോട് അരവിന്ദ് കെജ്രിവാൾ സഹകരിക്കുന്നില്ല എന്ന പ്രതീതി കോടതിയിൽ സൃഷ്ടിക്കാൻ സാധിച്ചാൽ അത് മറ്റ് ഘട്ടങ്ങളിൽ അടുത്ത സമൻസ് നൽകുമ്പോൾ അടക്കം കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂല നിർദ്ദേശം വാങ്ങാനായിട്ട് സാധിക്കും എന്ന ഒരു നിഗമനത്തിലാണ് ED ഉള്ളത്. ഏതായാലും രാഷ്ട്രീയമായിട്ട് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചും ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടതാണ് EDയുടെ ഭാഗത്ത് നിന്ന് ഇനി ഉണ്ടാകുന്ന എല്ലാ നീക്കങ്ങളും. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.